+2 റിസോഴ്സ് പേഴ്സൺ ആകാൻ അവസരം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 3000-ഓളം റിസോഴ്സ് പേഴ്സൺമാരെ ഓഡിറ്റിംഗിനായി നിയമിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി കേരളയ്ക്ക് കീഴിലാണ് നിയമനം. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സ്വതന്ത്ര സ്ഥാപനമാണിത്. ഒരു ബ്ലോക്കിന് 1 എന്ന ക്രമത്തിൽ 98 ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺമാരെയും 2823 വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാരെയുമാണ് തിരഞ്ഞെടുക്കുന്നത്. വില്ലേജ് റിസോഴ്സ് പേഴ്സൺ തസ്തികയിലേക്ക് സ്ത്രീകൾക്ക് 50% സംവരണമുണ്ട്. വില്ലേജ് റിസോഴ്സ് പേഴ്സൺ ഓരോ പഞ്ചായത്തിനും 1 എന്ന ക്രമത്തിലാണ് വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാരെ തിരഞ്ഞെടുക്കുക. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി സ്വന്തം പഞ്ചായത്ത് ഒഴിവാക്കിയായിരിക്കും ഇവരെ നിയമിക്കുക. ഒഴിവുകളുടെ എണ്ണം 2823. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾ, അവരുടെ മക്കൾ എന്നിവർക്കും പരിഗണന ലഭിക്കും. SC, ST, BPL കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കും മുൻഗണനയുണ്ട്. കമ്പ്യൂട്ടർ സംബന്ധമായ ഡിഗ്രി, ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും പരിഗണന നൽകും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദിവസവേതനം 380 രൂപയായിരിക്കും. പ്രായം 2019 ഫെബ്രുവരി 15-ന് 30 വയസ്സിൽ താഴെ. ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളിലെയും സോഷ്യൽ ഓഡിറ്റിംഗ് പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതാണ് മുഖ്യ ചുമതല. ആകെ 98 ഒഴിവുകളാണുള്ളത്. ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടാതെ സോഷ്യൽ ഓഡിറ്റിംഗിൽ പങ്കെടുത്തും സംഘടിപ്പിച്ചുമുള്ള പരിചയം, 1 വർഷമെങ്കിലും NGO അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അവകാശങ്ങളെ കുറിച്ചുള്ള അഡ്വക്കസി പ്രവർത്തനങ്ങൾ, കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലുമുള്ള അറിവ് എന്നിവയും ആവശ്യമാണ്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുള്ള അറിവും പരിചയവും അഭികാമ്യമാണ്. വിവരാവകാശം, വിദ്യാഭ്യാസാവകാശം തുടങ്ങിയവയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തം എന്നിവ ഉള്ളവർക്കും മുൻഗണനയുണ്ട്. പ്രായം 2019 ഫെബ്രുവരി 15-ന് 55 വയസ്സ് തികയരുത്. ശമ്പളം 15,000 രൂപ. തിരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷയും മുഖാമുഖവും നടത്തിയാകും തിരഞ്ഞെടുക്കുക. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും www.socialaudit.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 6. കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.